ടീച്ചറേ എന്താ കൊച്ചാപ്പിയമ്മ അവിടെ ബഹളം? ഓ, ആ കൊച്ചിനോട് ഞാൻ 1000 വട്ടം പറഞ്ഞതാ പഴവെള്ളം കുടിക്കല്ലേ കുടിക്കല്ലേന്ന്. ആരോട് പറയാൻ? പിള്ളേരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്തായി? റിസൾട്ട് കിട്ടി. വാ. നിക്ക്. നിങ്ങൾ അകത്തേക്ക് വാ. ഹലോ. എടോ പണിക്കരെ കോൾ അടിച്ചടോ. താനും ഞാനും ഒക്കെ ഇനി പ്രമാണിമാരാ. എടോ MLA കാര്യം നടത്തിയിട്ടുണ്ട്. ഇന്നോ നാളെയോ കളക്ടറുടെ ഉത്തരവുണ്ടാവും. കളക്ടറുടെ ഉത്തരവ്? വിശ്വാസം വരുന്നില്ലേ? കിട്ടാവുന്ന ഭൂമിയൊക്കെ താൻ വാങ്ങിക്കൂട്ടിക്കോ. എന്നിട്ട് കൈതച്ചക്ക വെക്കുകയോ മാങ്ങാ കൃഷി നടത്തുകയോ എന്താന്ന് വെച്ചാൽ അയക്കോ. അതിന് കീടനാശിനിയോ കെമിക്കലോ എന്ത് വേണമെങ്കിലും തളിച്ചോ. നമുക്ക് കിട്ടണം പണം, അത്രേ ഉള്ളൂ. എടോ നമുക്ക് പിന്നെ സംസാരിക്കാം. എടോ പണിക്കരെ, സന്തോഷം വരുമ്പോ അത് പങ്കുവെക്കണോടോ. എന്തിനാ പിന്നത്തേക്കാക്കുന്നേ? എന്താടോ താനൊന്നും മിണ്ടാത്തെ? ആരെങ്കിലും ചാത്തോ? എടോ ചാവാൻ ബെസ്റ്റ് മരുന്നാ തന്റെ പറമ്പിൽ തളിക്കുന്ന കീടനാശിനികൾ. എടോ എന്റെ മോളിപ്പോ ആശുപത്രിയില്ല. ഞവരൂർ കടവിലെ ക്യാമ്പിൽ വെച്ച് വിഷം കലർന്ന് വെള്ളം കുടിച്ചു. ഹലോ, വണ്ടി എടുക്ക. ഇരിക്കൂ. ജലത്തിൽ ആസിഡ് ചേർന്നാൽ pH മൂല്യം കുറയും. ഈ കുട്ടിയുടെ കേസിലും അത് തന്നെയാ സംഭവിച്ചത്. ഞങ്ങൾ ഇവിടെ ക്യാമ്പിന് ചെല്ലുമ്പോ മീനും തവളയൊക്കെ ചത്തു പൊങ്ങാൻ തുടങ്ങിയിരുന്നു. അത് കണ്ടിട്ടും നിങ്ങൾ അവിടെ തന്നെ ക്യാമ്പ് നടത്തി അല്ലേ? ഒന്നുമില്ലെങ്കിലും നിങ്ങളൊരു ടീച്ചറല്ലേ? കോപ്പർ പൈപ്പുകൾ വെള്ളത്തിൽ തൊട്ടുകിടന്നാൽ ആ കോപ്പറിന്റെ അംശം വെള്ളത്തിൽ എത്തിച്ചേരും. അത് ഡേഞ്ചറാണ്. അത് മതി മീനൊക്കെ ചത്തുപൊങ്ങാൻ. അതിനേക്കാൾ മാരകമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്ന കീടനാശിനികൾ. നിങ്ങൾ ഈ റിപ്പോർട്ട് കണ്ടില്ലേ? പണ്ട് ഉപയോഗിച്ചിരുന്ന എൻഡോസൾഫാനേക്കാളും മാരകമായ വിഷമാണ് ഈ വെള്ളത്തിൽ കലർന്നിരിക്കുന്നത്. അതിന്റെ ഭവിഷ്യത്ത് നമുക്കറിയാമല്ലോ. അതുകൊണ്ടാണ് കുട്ടി ഇത്രയും അവശയായത്. എന്റെ മോൾക്ക് ഒന്നും സംഭവിക്കരുത് ഡോക്ടർ. ഞാൻ എന്ത് വേണം ചെയ്യാം. ഞങ്ങൾ കൃത്യമായി കുട്ടിക്ക് പരിചരണം കൊടുക്കുന്നുണ്ട്. ഹൈ പോയിസൺ ആയതുകൊണ്ട് മെഡിസിനോട് റിയാക്ട് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. സാറേ, ഇതാണ് നമ്മൾ പറഞ്ഞ ഹരിത മനോഹരമായ ആ ഭൂമി. സാറേ, ഇതില് 8 മീറ്റർ വീതി എന്ന് പറയുമ്പോ അവിടെ നടക്കണം. ആവശ്യമുള്ള ചേർത്തോ, എല്ലാം പുറമ്പോക്ക് ഭൂമിയാ. അതെ. യുവമാരെല്ലാം കൂടെ എന്തായി കാണിക്കുന്നത്? ഈ നാട്ടിൽ ചോദിക്കാനും പറയുന്ന ആളില്ലേ സാറേ? എന്താ സാറേ കാര്യം? ഇവിടെ പാലം വരാൻ പോണു. റോഡിന് വീതി ഉണ്ടെങ്കിലേ പാലം പണിയാൻ പറ്റൂ. പാലോ? ഇതുവഴിയോ? എന്താ ഇതുവഴി പാലം വന്ന നോക്കുകയല്ലേ? നേരത്തെ നോട്ടീസ് ഒട്ടിച്ചിരുന്നല്ലോ, കണ്ടില്ലേ? മനോജ് സംസാരം നിർത്ത്. വാ, ജോലി നോക്കാം. അങ്ങോട്ട് മാറിയില്ലേ?
ഇവിടെ എത്ര ഭൂമി വേണമെങ്കിലും എടുക്കാം. അങ്ങ് താഴേക്ക് ചെല്ലുമ്പോഴാ ബുദ്ധിമുട്ട്. അവിടെ വഴിയിലാ വീട് കൂടിയൊക്കെ വെച്ചിരിക്കുന്നത്. ആണോ? ആ അതെ. അതെ ചോദിക്കണം. വേഗം നടക്കുന്നല്ലേ? എന്താണെന്ന് അറിയണമല്ലോ. ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല. അളക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. പറ്റില്ല. നമ്മള് കൂടുതലൊന്നും പറയണ്ട. അളക്കാൻ പറ്റില്ല സാറേ. പാലം വന്നു കഴിഞ്ഞാൽ നല്ലതല്ലേ? ആർക്ക് വേണ്ടി? മനസ്സിലാക്കേ. ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ടതേ. സ്ഥലം അളക്കാൻ പറ്റില്ല. പ്രശ്നം ഉണ്ടാക്കാതെ. നമ്മുടെ ഈ പാലം വന്നപ്പോൾ ഒരു വികസനം ഈ പറയുന്നത് ഞങ്ങൾ സമ്മതിക്കില്ല. പറയുന്നത് മനസ്സിലാക്ക്. ആർക്ക് വേണമെന്നേ പറയുന്നത്? പാലമൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളെ സമ്മതിക്കില്ല. അളക്കാനൊന്നും പറ്റില്ല. എന്തായി പറയുന്നത്? ഞങ്ങൾ സമ്മതിക്കില്ല. ആ നിർത്ത ഒന്നും ഉണ്ടായിരുന്നേ. നിങ്ങളിങ്ങനെ പ്രശ്നം ഉണ്ടാക്കാതെ ഞങ്ങൾ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇവിടെ നാട്ടുകാർ മുഴുവൻ സംഘടിച്ച് വന്നേക്കാണ്. അതെ സർ, ഒരുപാട് ആൾക്കാരുണ്ട്. ഉവ്വ് സർ, സാറ് പറഞ്ഞതുപോലെ ചെയ്യാം. ഓക്കെ, ശരി സർ. കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്. MLA ആണ് വിളിച്ചത്. റവന്യൂ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവിടെ പറയാം. പാടോ. ഞവരൂർ കടവ് പാലവുമായി ബന്ധപ്പെട്ട് സ്ഥലമെടുപ്പിന് എത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. അതുകൊണ്ടാണ് റവന്യൂ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇങ്ങനൊരു ഒത്തുതീർപ്പ് യോഗം ഇവിടെ വിളിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സെക്രട്ടറി നിങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതായിരിക്കും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് ഞവരൂർ കടവിൽ പാലം വേണം എന്നാവശ്യപ്പെട്ട് ആളുകൾ നിവേദനം കൊടുത്തത്. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കിടന്ന നിവേദനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് നിങ്ങളുടെ MLA ആണ്. പഞ്ചായത്ത് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാത്തത് കൊണ്ടാണ് ഈ പദ്ധതി ഇത്രയും താമസിച്ചത്. വികസനത്തിന് വേണ്ടിയാണ് ഭൂമി ഏറ്റെടുക്കുന്നത്. സാർ, ഞങ്ങളെ കുടിയിറക്കിയിട്ട് വേണോ വികസനം? ആരെയും മനഃപൂർവ്വം കുടിയിറക്കുന്നില്ല. ഇങ്ങനൊരു പാലം വന്നാൽ കാഞ്ഞിരപ്പറ്റം പള്ളിയിലേക്കും ശബരിമലയിലേക്കും പോകുന്നവർക്ക് 38 കിലോമീറ്ററോളം ദൂരം ലാഭിക്കാം. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തേ? ഈ പാലം ഉണ്ടെങ്കിൽ 1-2 കിലോമീറ്റർ യാത്ര ചെയ്താൽ നിങ്ങൾ MC റോഡിൽ എത്തില്ലേ? ജില്ലാ ആശുപത്രിയിലേക്കോ മെഡിക്കൽ കോളേജിലേക്കോ അങ്ങനെ എവിടെ വേണമെങ്കിലും വേഗത്തിൽ നിങ്ങൾക്ക് എത്താം. പിന്നെതിനെ എതിർക്കുന്നത്? വീട് നഷ്ടപ്പെടുന്ന 45ഓളം കുടുംബങ്ങൾ എങ്ങോട്ട് പോവും? വീട് നഷ്ടപ്പെടുന്നവർക്ക് സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുണ്ട്. അതൊന്നും നിങ്ങൾക്കറിയില്ലേ? എവിടേക്കാണ് സാർ പുനരധിവസിപ്പിക്കുന്നത്? സ്വന്തം മണ്ണ് ജീവിക്കുന്ന സുഖം അവിടെ കിട്ടുമോ? അതിനുവേണ്ടി സർക്കാർ പ്രത്യേക സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. സ്ഥലം നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അക്കരെ നിന്ന് ആദ്യം ഭൂമി എടുക്കട്ടെ. അപ്പുറം ആൾ താമസമൊന്നുമില്ലല്ലോ. ഭൂമി തരാൻ ഉടമകൾ സമ്മതിച്ചിട്ടുമുണ്ട്. അതിപ്പോ വേണമെങ്കിലും എടുക്കാം. സർ, ഇതെല്ലാം നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. പാലത്തിന്റെ പേരിൽ ഈ പാവങ്ങളെ ഇവിടുന്ന് ഇറക്കി വിട്ടാൽ കുന്നിടിക്കാനും മണ്ണെടുക്കാനും ഒക്കെ വളരെ എളുപ്പം അല്ലേ സർ? ഒന്നും മല ഇടിച്ച് മണ്ണ് കൊണ്ടുവന്ന് ഇപ്പൊ നിർത്തിവെച്ചിരിക്കല്ലേ സർ? അത് താൽക്കാലികമല്ലേ? ഞങ്ങളെയൊക്കെ അവിടെ നിന്ന് കുടിയൊഴിപ്പിച്ചു കഴിഞ്ഞാൽ എതിർക്കാൻ ആളില്ലാതെ വരും. അപ്പൊ പിന്നെ അവർക്ക് വീണ്ടും എടുക്കാമല്ലോ. പാലത്തിന്റെ പേരിൽ ഭൂമി ഏറ്റെടുക്കുന്നത് നിർത്തിവെക്കണം സർ. ഈ പ്രദേശത്തിന് ജീവിക്കാൻ ഞങ്ങളെ അനുവദിക്കണം. നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവും. എന്നാലും പാലത്തിന് അനുവദിച്ചു കിട്ടുന്ന ഫണ്ട് നിങ്ങളുടെ മണ്ഡലത്തിൽ തന്നെ വിനിയോഗിക്കണമെങ്കിൽ ഈ പാലം വന്നേ പറ്റൂ. സർ, ഞങ്ങളാരും വികസനത്തിനെതിരല്ല. പാലം വന്ന ഒരുപക്ഷെ ഒരു ബസ് സർവീസ് പോലും ഉണ്ടായേക്കാം. പക്ഷേ ഇവരെവിടെ പോയി താമസിക്കും? ഈ നാട്ടിൽ തന്നെ റവന്യൂ വകുപ്പിന്റെ കൈവശമുള്ള ഭൂമിയിൽ ഫ്ളാറ്റ് കെട്ടിക്കൊടുക്കും. വേണ്ട, ഫ്ലാറ്റ് ഒന്നും വേണ്ട. ഞങ്ങൾക്ക് ഈ മണ്ണിൽ തന്നെ ജീവിച്ചാൽ മതി അല്ലേ? മണ്ണിന് ജീവൻ നൽകുന്നവരെ ഫ്ളാറ്റിലേക്ക് മാറ്റണോ സാർ? മണ്ണിരയും കുഴിയാനും ചുറ്റിലും ഇല്ലാത്തതുകൊണ്ടാണ് സർ മെട്രോ നഗരങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. ജീവനില്ലാത്ത മണ്ണിൽ നീരുറവ ഉണ്ടാകുന്നില്ല. മഴ പെയ്താൽ ഒഴുകിപ്പോകാൻ സ്ഥലവും ഇല്ല. ലിഫ്റ്റിൽ കുടുങ്ങി മരിക്കാനായിട്ട് ഇതുങ്ങളെ ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോകണോ സർ? ശരി, ഫ്ളാറ്റ് വേണ്ടെങ്കിൽ വേണ്ട. പുഴക്കരയിൽ മറ്റൊരിടത്ത് ഭൂമി കണ്ടെത്തി തരാം. പിന്നെ സർക്കാർ തീരുമാനം എന്താണോ അത് നടപ്പിലാക്കാനേ എന്നെ കൊണ്ടു പറ്റും. അപ്പൊ ശരി.